ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചേമ്പിൻ്റെ ഇല കൊണ്ടൊരു തോരൻ വെക്കാം കേട്ടോ. കർക്കിടക മാസമല്ലേ, അപ്പം നമുക്ക് 10 ഇലകളിൽ ഒന്നാണ് ഈ ചേമ്പില. അത് വെച്ച് നമുക്കൊരു തോരൻ ഉണ്ടാക്കാം. ചേമ്പിൻ്റെ ഇല, പ്രത്യേകിച്ചും തളിരില, സ്വാദുള്ള നാടൻ ഇലക്കറിയാണ്. സ്വാദ് മാത്രമല്ല, ആരോഗ്യപരമായ ഗുണങ്ങൾ ഏറെയുള്ള ഇത് ഇപ്പോൾ വളപ്പിൽ ലഭിക്കുന്നവർ പോലും പലപ്പോഴും അവഗണിക്കാറാണ് കേട്ടോ പതിവ്. ചേമ്പില കൊണ്ട് തോരൻ വെച്ച് കഴിക്കുന്നത് ആരോഗ്യപരമായ പല ഗുണങ്ങളും നൽകുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കർക്കിടകത്തിൽ തോരൻ വെച്ച് നമുക്ക് ഈ ചേമ്പില കൊണ്ട് കഴിക്കാം. ചേമ്പില ഇതുപോലെ എടുത്തിട്ട് നന്നായി കഴുകി 2 ഭാഗവും കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലെ ഈ നാര് ഒഴിവാക്കിയിട്ട് ഇതുപോലെ ഇല മാത്രം നമുക്ക് പിച്ചിയെടുക്കാം കേട്ടോ. നല്ല തളിരിലയാണെങ്കിൽ ഇതിൻ്റെ നാരൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. വളരെ പ്രോട്ടീനൊക്കെ അടങ്ങിയ ഒന്നാണിത്. നിങ്ങൾ തീർച്ചയായും ഇതുപോലെ തൊടിയിലൊക്കെ ഉണ്ടെങ്കിൽ ചേമ്പില വെച്ച് ഈ കർക്കിടകത്തിൽ തന്നെ തോരൻ ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ വളരെ കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് തേങ്ങ ചിരവിയതിടാം. ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകവും ഇട്ട് നമുക്കൊന്ന് ചതച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുപ്പിലേക്കൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ഒരു 15ഓളം ചുവന്നുള്ളി എടുത്ത് ഇതുപോലെ ചെറുതായി അരിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്കിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായി മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ അരിഞ്ഞ് വൃത്തിയാക്കിയ നമ്മുടെ ഈ ചേമ്പില നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ചേമ്പിൻ്റെ തളിരില അരിഞ്ഞത് നമുക്ക് ഈ ചീനച്ചട്ടിയിലേക്ക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച നമ്മുടെ തേങ്ങയും നല്ല ജീരകവും കൂടി ഇട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ചേമ്പിലയിൽ കൊളസ്ട്രോൾ തീരെ ഇല്ലെന്നട്ട ഒരു ഗുണമുള്ളത്. കൊളസ്ട്രോളിന് പ്രശ്നമുള്ളവർക്ക് ശീലമാക്കാവുന്ന ഒരു ഭക്ഷണമാണ് കേട്ടോ ഈ ചേമ്പില. അധികം വേവിക്കൊന്നും വേണ്ട ചേമ്പില, അതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വേണം കേട്ടോ ഒന്ന് മിക്സാക്കി എടുക്കാൻ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ടിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മുടെ ഈ ചേമ്പിലയിൽ വൈറ്റമിൻ B6, വൈറ്റമിൻ C, പൊട്ടാസ്യം, നിയാസിൻ, മാംഗനീസ്, കോപ്പർ എന്നിവ അടങ്ങിയിട്ടുള്ള ഒന്നാണ് കേട്ടോ. ഇനി നമുക്കിത് അടച്ചു വെക്കാം. 2 സെക്കൻഡിന് ശേഷം നമുക്കിത് തുറന്ന് തീ നമുക്ക് ഓഫാക്കി കൊടുക്കാം. നമ്മുടെ ചേമ്പില തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. വളരെ രുചികരമായ ഒരു ചേമ്പില തോരനാണിത്. നിങ്ങൾ ഈ കർക്കിടക മാസത്തിൽ ഇത് ശീലമാക്കൂ. കൊളസ്ട്രോളൊന്നും ഇല്ലാതെ നമ്മുടെ തൊടിയിലൊക്കെ പ്രകൃതിപരമായിട്ട് വളരുന്ന ഒന്നാണിത്. അതുകൊണ്ട് തന്നെ ഇത് നിത്യവും കഴിക്കുന്നത് ശീലമാക്കൂ. വളരെ രുചികരമായ ഈ ചേമ്പില തോരൻ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ ദ വാച്ചിങ്.